ബത്ലഹേമിലേക്കുള്ള യാത്രയുടെ 24-ാം ദിവസം പുൽക്കൂടിൻ്റെ ക്ഷണത്തെ ധ്യാനിക്കാം. പുൽക്കൂട്ടിലേക്ക് ക്ഷണം കിട്ടിയവരാണ് ഉണ്ണിയെ തേടിയെത്തിയത്. ക്രിസ്തുവിൻ്റെ ജനനം കാലിത്തൊഴുത്തിലായിരുന്നു. ഒരു പക്ഷേ ഒരു മനുഷ്യനും ഇതിനു മുൻപോ പിൻപോ ജനിക്കാൻ ജനിക്കാത്ത ഒരിടം. ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലം. പക്ഷേ അത് മനുഷ്യജീവിതത്തിലേക്ക് വലിയൊരു തിരിച്ചറിവ് നൽകുന്നുണ്ട്. ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്ത ഇടം ആർക്കും എത്തിച്ചേരാൻ ആകുന്ന ഒരിടമാണ്. ആർക്കും ചെന്നു ചേരാൻ കഴിയുന്ന ഒരിടം, ആരും മാറ്റി നിർത്തപ്പെടാത്ത സ്ഥലം. എളിയ ഇടങ്ങൾ ആർക്കും എത്തിപ്പിടിക്കാനും എത്തിച്ചേരാനും ആകുന്നതാണല്ലോ. അവിടെ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ചെന്നു ചേരാൻ സാധിക്കും. സത്രമാകട്ടെ അങ്ങനെയല്ല. അവിടെ പ്രവേശനം ലഭിക്കാൻ ചില നിയന്ത്രണങ്ങളും നിബന്ധനകളുമുണ്ട്. സത്രത്തിൽ ചിലർക്ക് മാത്രം ഇടം ലഭിക്കുന്നു. ഉള്ളു നോക്കിയല്ല, ഉള്ളത് നോക്കിയാണ് അവിടെ പ്രവേശനം. സത്രത്തിൻ്റെ മാനദണ്ഡം ലാഭമാകയാൽ ഒന്നുമല്ലാത്തവരും ഒന്നുമില്ലാത്തവരും പുറത്തു നിൽക്കേണ്ടി വരുന്നു. മുഖം നോക്കിയും മടിശീലയുടെ കനം നോക്കിയും മുൻഗണന വിധിക്കുന്നിടമാണ് സത്രം. പുൽക്കൂടിനാകട്ടെ വാതിലില്ല. അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. പക്ഷേ ക്ഷണം വേണമെന്ന് മാത്രം. ദൈവപുത്രന്റെ വരവറിഞ്ഞും പ്രതീക്ഷിച്ചു വരുന്നവർക്ക് കിട്ടാതിരുന്ന വെളിപാടാണ് ഗബ്രിയേലിലൂടെ മറിയത്തിനും സ്വപ്നത്തിൽ ജോസഫിനും ലഭ്യമായത്. ഭൗമികമായ രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഇസ്രായേൽക്കാരായ പുരോഹിതർക്കും ഫരിസേയർക്കും ലേവ്യന്മാർക്കും ഈ ക്ഷണം ലഭ്യമായില്ല. ഈ ലോകത്തിൻ്റെ അധികാരങ്ങളിൽ അഭിരമിച്ചതുകൊണ്ട് ദാർശനികന്മാർ നൽകിയ അറിവുകൾ ഹെരോദോസ് പ്രയോജനപ്പെടുത്തിയുമില്ല. ഒരു കണ്ണേറ് ദൂരം അടുത്തുണ്ടായിട്ടും സത്രം സൂക്ഷിപ്പുകാർക്കും ലഭ്യമായില്ല. നക്ഷത്രവട്ടത്തിൻ്റെ വെളിച്ചത്തിൽ ഉണ്ണിയെ തേടി കാഴ്ചവസ്തുക്കളുമായി കാനനപാതകളെയും മലയിടുക്കുകളെയും മരുഭൂമികളെയും തരണം ചെയ്തെത്തുന്ന പൂർവ്വദേശത്ത് നിന്നുള്ള ജ്ഞാനികൾ എത്തിയത് ക്ഷണം സ്വീകരിച്ചാണ്. ദൈവദൂതന്റെ മൊഴികൾക്കനുസൃതം ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ച രക്ഷകനായ യേശുവിനെ തേടി പുൽമേടുകളും മലമടക്കുകളും കടന്ന് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്ന ആട്ടിടയന്മാരും ക്ഷണം സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്തവരാണ്. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും പ്രത്യാശയുടെ തീരത്തേക്ക് ജീവിതത്തോണി തുഴയുന്നവരുണ്ട്. ക്രിസ്മസ് അത്തരക്കാരുടേതാണ്. ജീവിതം കൂരിരുട്ടിലായിരിക്കുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ക്രിസ്തുവാകുന്ന പുലർവട്ടത്തിൽ നല്ല നാളെയെ സ്വപ്നം കാണുന്നവരുടെ ലോകം. വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഇടമുള്ള സ്ഥലം. മറയില്ലാത്ത ജീവിതങ്ങളുടെ പ്രതീകമാണ് പുൽക്കൂട്. മറ്റെങ്ങും ഇടം ലഭിക്കാത്തവനും പുൽക്കൂട്ടിൽ ഇടമുണ്ട്. പുറംമോടികൾ നോക്കി ഇടമുണ്ടെന്നും ഇടമില്ലെന്നും പറയുന്നവരാകാതിരിക്കുക. സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ സ്വയം തളച്ചിടാതിരിക്കുക. നമ്മുടെ ജീവിത വഴികളിൽ കണ്ടുമുട്ടുന്നവരിൽ വീണ്ടും വരുമെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ ഈശോ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ സ്ഥലമില്ല എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയസത്രങ്ങളിൽ അവനൊരൽപ്പം ഇടമൊരുക്കാം. അവനെ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ യാത്ര ബത്ലഹേമിൽ എത്തുക തന്നെ ചെയ്യും. തീർച്ച.